ഷിഗല്ല രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി മാള ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വ്യാപാരികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഭക്ഷ്യസുരക്ഷയും വ്യക്തിശുചിത്വവും ഉറപ്പാക്കുന്നതിലൂടെ രോഗവ്യാപനം തടയേണ്ടതിന്റെ പ്രാധാന്യമാണ് ക്ലാസിൽ വിശദീകരിച്ചത്. മാള ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സിനി ബെന്നി, സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ ജിനേഷ്, ജോഷി കാഞ്ഞുത്തറ, ജിജി ജോയ് എന്നിവർ പങ്കെടുത്തു. മാള കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ മുഹമ്മദ് ഫവാസാണ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചത്. കേട്ടിട്ടുണ്ടോന്നാണ് ചോദ്യം. ഷിഗല്ല ഉള്ളവരിപ്പോൾ ഇപ്പോഴാണ് കുറച്ച് നാളായിട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ വന്ന് കണ്ടിട്ട് തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുള്ള ആരെങ്കിലൊക്കെ ഉണ്ടോ? കുറവാണ്. ഷിഗല്ല പണ്ട് മുതലേ ഉള്ള ഒരു അസുഖമാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരമാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ആകെ 60 കേസ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഇന്ന് ഇതുവരെ ഇപ്പോൾ നമ്മൾ ജൂൺ മാസം പകുതി ആയിട്ടുള്ളൂ. ഈ വർഷത്തിൻ്റെ പകുതി വരെ ഏകദേശം ഒരു മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ ഒരു 100ൻ്റെ അടുത്ത് കേസ് റിപ്പോർട്ടായിട്ടുണ്ട്. 100 കറക്റ്റ് അറിയില്ല. അതോടൊപ്പം തന്നെ കുറച്ച് ഒരു 100ൻ്റെ അടുത്ത് കേസ് സംശയം ഷിഗല്ലയാണോ എന്ന് സംശയത്തിലിരിക്കുന്ന കേസുകളും ഉണ്ട്. വയനാടൊക്കെ ഒരു സ്കൂള് മൊത്തത്തിൽ തന്നെ കുറേ കുട്ടികൾക്ക് ഇങ്ങനെ വയറിളക്ക രോഗങ്ങൾ വന്നിട്ട് അത് ഷിഗല്ലയാണോ എന്നുള്ളൊരു സംശയത്തിൻ്റെ അഴിലാണ്. പക്ഷേ കുട്ടികൾക്ക് ഇപ്പോൾ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ അടുത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ പേടിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് വരുമ്പോഴാണ് നമുക്ക് പേടി വരുള്ളൂ. നമ്മുടെ തൊട്ടടുത്ത് കൊടകരയിൽ ഈ കഴിഞ്ഞ ആഴ്ച ഒരു 43 വയസ്സുള്ള ആളാണ് തോന്നുന്നുണ്ട്, ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ഭാഗത്താണ് തോന്നുന്നുണ്ട് 7 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് ഷിഗല്ല ബാധിച്ച്. അപ്പോൾ ഷിഗല്ല എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഒരു അസുഖമാണ്. അത് നമ്മുടെ നാട്ടിൽ ഇത്ര വ്യാപകമായി എന്നുള്ളതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളത് നേരത്തെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും മരണങ്ങൾ നടക്കുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമൊന്നുമില്ല. ഷിഗല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ഭക്ഷണപാനീയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ശുചിത്വ മാനദണ്ഡങ്ങൾ, കുടിവെള്ള സുരക്ഷ, വ്യക്തിശുചിത്വം, രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ച് വ്യാപാരികൾക്ക് വിശദീകരിച്ച് നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ബാബു, ലിൻസി ജിജു, രേഖ പ്രജോദ്, കവിത സുഭാഷ്, ജിഷ ജോഫി, ടി പി ബാലകൃഷ്ണൻ, സെമി ഭൂപേഷ്, എം എസ് അശ്വതി, പി ആർ ജനീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സുമേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ഷിഗല്ല രോഗവ്യാപനം തടയാൻ പൊതുസമൂഹത്തിന്റെ സഹകരണവും ശുചിത്വ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നതും അനിവാര്യമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, മാള.